ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ വീണ്ടും പ്രതി. ദ്വാരപാലക ശില്പപാളി കേസിലും പത്മകുമാറിനെ പ്രതി ചേർത്തു. SIT പത്മകുമാറിനെ രണ്ടാമത്തെ കേസിലും കസ്റ്റഡിയിൽ വാങ്ങും. ദ്വാരപാലക പാളികൾ കടത്തിയതിൽ എ പത്മകുമാറിന് പങ്കെന്ന് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. പ്രജിത് മോഹനൻ ചേരുന്ന വിവരങ്ങളുമായി. പ്രജിത്ത്, ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ എ പത്മകുമാറിനെതിരെ വീണ്ടും കേസ് വരികയാണ്. ദ്വാരപാലക പാളിയുമായി ബന്ധപ്പെട്ട് അതിന്റെ വിവരങ്ങൾ എങ്ങനെയാണ്? രോഹിണി, രണ്ട് കേസുകളാണ് ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തിരുന്നത്. അതിൽ ഒന്നാമത്തെ കേസായിരുന്നു ഈ കട്ടിളപ്പാളികൾ കവർന്ന കേസുള്ളത്. ഈ കേസിൽ 8ാം പ്രതിയായി ആദ്യം ദേവസ്വം ബോർഡിനെയാണ് പ്രതി ചേർക്കുന്നത്. പിന്നീട് അത് ദേവസ്വം ബോർഡിന് പകരം എ പത്മകുമാർ, അന്നത്തെ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ, ആ കേസിൽ പ്രതിയായി മാറുന്ന സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെയാണ് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളിൽ നിന്ന് സ്വർണം കവർന്ന കേസിലും ഇപ്പോൾ എ പത്മകുമാർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ അധ്യക്ഷൻ, CPM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം, വീണ്ടും പ്രതിയാകുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ജനന്തിവി തന്നെയാണ് ഈ ദ്വാരപാലക ശില്പ കേസിലും പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ പ്രതി ചേർക്കുമെന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് ഈ പത്മകുമാറിനെ കോടതിയിൽ ഹാജരാക്കേണ്ട ദിവസം. ഈ നിലവിൽ കസ്റ്റഡിയിലുള്ള പത്മകുമാറിൻ്റെ കസ്റ്റഡി അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ റിമാൻഡ് എക്സ്റ്റൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ദിവസം തന്നെയാണ് ഈ രീതിയിൽ രണ്ടാമത്തെ കേസിലും പത്മകുമാറിനെ പ്രതി ചേർക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കമെന്നാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പത്മകുമാറിനെ വീണ്ടും അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ കിട്ടാനുള്ള സാധ്യത നിലനിൽക്കുന്നു. അതിൽ കൃത്യത ഇപ്പോഴും വന്നിട്ടില്ല. എന്തായാലും കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ രണ്ടാമത്തെ കേസിലും പത്മകുമാറിനെ പ്രതി ചേർക്കുന്നത് അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത്. ഒന്ന്, ഈ കട്ടളപ്പാളികളിലെ പോലെ തന്നെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണ കവർന്നതിലും പത്മകുമാറിന് നിർണായക പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. നേരത്തെ കട്ടളപ്പാളി കേസുമായി ബന്ധപ്പെട്ടൊന്ന് ഈ സ്വർണ്ണപ്പാളികളെ ചെമ്പ് എന്ന് എഴുതുന്നത് ദേവസ്വം ബോർഡ് യോഗത്തിൻ്റെ അജണ്ടയിൽ മാറ്റം വരുന്നത്, മറ്റ് ബോർഡ് അംഗങ്ങൾ അറിയാതെ ഇതിൽ തിരിമറി അടക്കം വരുത്തിയത്, വ്യാജരേഖ സമർപ്പിച്ചത് തുടങ്ങിയിട്ടുള്ള കുറ്റങ്ങളായിരുന്നു പത്മകുമാറിനെതിരെ ചുമത്തിയത്. ഇതുവഴി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്വർണ്ണ കവർച്ചയ്ക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റുള്ളവരെ ഇതുവഴി സഹായിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മുഖ്യ സൂത്രധാരനായി തന്നെ പത്മകുമാർ പ്രവർത്തിച്ചു എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘം കണ്ടെത്തിയത്. അതിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളാകട്ടെ ഇതെല്ലാം ചെയ്തത് പത്മകുമാറാണ് എന്നുള്ള മൊഴി നൽകി. തങ്ങൾക്ക് ഈ വിഷയത്തിൽ അറിവില്ല എന്നുള്ളൊരു മൊഴിയും നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പത്മകുമാറിനെ കട്ടിളപ്പാളി കവർച്ച കേസിൽ പ്രതിയാക്കുന്നു. ഇപ്പോൾ വീണ്ടും ദ്വാരപാലക ശില്പങ്ങളിൽ കൂടി അതിലെ സ്വർണം കവർന്ന കേസിൽ കൂടി പത്മകുമാർ പ്രതിയാകുന്നതോടുകൂടി കൂടുതൽ കുരുക്ക് പത്മകുമാറിന് മുറുകുകയാണ്. ഇപ്പോൾ പൂർണ്ണമായും ഈ സ്വർണ്ണ കവർച്ച കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരന്മാരിൽ ഒരാൾ അത് എ പത്മകുമാർ ആയിരുന്നു എന്നുള്ള നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘം പോകുന്നത്. 2019 2 തവണയായി നടന്ന ഈ 2 കവർച്ചകളിലും പത്മകുമാറിന് നിർണായക പങ്കുള്ളതായി അന്വേഷണ സംഘം വിലയിരുത്തുകയും ചെയ്യുന്നു. രോഹിണി, അതെ, പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ പത്മകുമാറിന് കുരുക്ക് മുറുകുന്നു. അത് മാത്രമല്ല, ഇന്ന് വീണ്ടും 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കേസിലും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്നതിനുള്ള നീക്കങ്ങൾ എന്തായാലും ആരംഭിക്കും. 8ാം തീയതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ജാമ്യാപേക്ഷ തള്ളും എന്ന് തന്നെയാണ് നിയമവിദഗ്ധർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇതിൽ മുഖ്യ സൂത്രധാരൻ എന്നുള്ള നിഗമനത്തിലേക്ക് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘമേ പത്മകുമാറിനെ കാണുന്നത്. അതോടൊപ്പം കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടക്കുന്നതിലൂടെ തന്നെ നേരത്തെ പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ പത്മകുമാറിൽ ഒതുങ്ങുന്നതല്ല ഇത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കൂടുതൽ ഉന്നതരിലേക്ക് ഈ നിർണായകമായ മൊഴികളും തെളിവുകളും ഒക്കെ കൊണ്ടുചെന്നെത്തിക്കാൻ സാധിക്കും പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിലൂടെ എന്നല്ലേ മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമാണ്. കാരണം കട്ടിളപ്പാളി കവർച്ച കേസിൽ ഈ പത്മകുമാറിനെ ചോദ്യം ചെയ്തതുവരെ ഇത് സംബന്ധിച്ചിട്ടുള്ള പല സംശയങ്ങളും നിലനിൽക്കുമ്പോഴും പത്മകുമാറിൻ്റെ മൊഴികൾ പലപ്പോഴും ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന് നേരെ വരെ വിരൽ ചൂണ്ടുന്ന സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമായി അടുത്ത ബന്ധമുണ്ടെന്നുള്ള മൊഴികൾ പത്മകുമാർ നൽകിയതായിട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ്. ഇതിന് പിന്നാലെയാണ് പത്മകുമാറിനെ വീണ്ടും ഇപ്പോൾ രോഹിണി സൂചിപ്പിച്ചതുപോലെ 14 ദിവസത്തേക്ക് റിമാൻഡിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കേസിൽ വീണ്ടും പ്രതി ചേർത്തിരിക്കുന്നത് സാഹചര്യത്തിൽ പത്മകുമാറിനെ അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതെന്തായാലും ഈ റിമാൻഡ് കാലാവധിക്കുള്ളിൽ തന്നെ കസ്റ്റഡിയിൽ അപേക്ഷ അന്വേഷണ സംഘം ഒരുപക്ഷെ കോടതിയിൽ സമർപ്പിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ തന്നെ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്ക് കാര്യങ്ങൾ അന്വേഷണം പോകുന്നില്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ നിലനിന്നിരുന്നു. പ്രത്യേകിച്ച് പത്മകുമാറിൻ്റെ മുകളിലേക്കുള്ള ആളുകൾ, അതിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനടക്കം ഈ സ്വർണ്ണക്കവർച്ചയിൽ പങ്കുണ്ട് എന്നുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ സജീവമായി നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും
മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തമ്മിൽ വളരെ അടുപ്പമുണ്ടായിരുന്നു എന്നടക്കമുള്ള മൊഴികളും പത്മകുമാർ അടക്കം നൽകിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ രീതിയിലേക്കുള്ള അന്വേഷണം പോകുമോ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ചോദ്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കം അല്ലെങ്കിൽ ഒരു സംശയം തന്നെയാണ് നിലനിൽക്കുന്നത്. ഇനി ഈ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട് പത്മകുമാറിൻ്റെ മൊഴിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ ലഭ്യമാകുന്ന മൊഴികൾ എന്തൊക്കെ പത്മകുമാറിന് ഈ വിഷയത്തിൽ പങ്കുണ്ട്, സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാൻ വേണ്ടി നടത്തിയ ശ്രമത്തിൽ കട്ടിളപ്പാളികളുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ തന്നെയുള്ള ഇടപെടൽ പത്മകുമാറിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികളുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരണമെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലുകളുമായി മുന്നോട്ട് പോകേണ്ടി വരും. എന്തായാലും അന്വേഷണ സംഘം അതിനുവേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ ഉടൻ സമർപ്പിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രോഹിണി. ശരി, പ്രജിത് മോഹനനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.